പ്ലസ് ടു ഫിസിക്സിലെ 5th ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഇതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. മൈക്കൽ ഫാരഡെ പ്രൂവ് ചെയ്തു എല്ലാ മെറ്റീരിയൽസിനെയും മാഗ്നറ്റൈസ് ചെയ്യാൻ സാധിക്കും. ചിലതിനെ നമുക്ക് സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, മറ്റു ചിലതിനെ വീക്കായിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഇവയുടെ മാഗ്നറ്റിക് ബിഹേവിയർ അനുസരിച്ച് എല്ലാ മെറ്റീരിയൽസിനെയും 3ആയി ക്ലാസിഫൈ ചെയ്യാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ബിഹേവിയർ അനുസരിച്ച് എല്ലാ മെറ്റീരിയൽസിനെയും നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ മാഗ്നറ്റിക് ബിഹേവിയറിനനുസരിച്ച് മെറ്റീരിയൽസിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോ മാഗ്നറ്റിക്. ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ: സബ്സ്റ്റൻസ് വിച്ച് എക്സ്പീരിയൻസ് എ വെരി വീക്ക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഫ്രം എ മാഗ്നറ്റ് ആർ കോൾഡ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഉള്ളിലേക്ക് കടത്തിവിടാത്ത മെറ്റീരിയൽസ് ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: വാട്ടർ, എയർ, മെർക്കുറി, ബിസ്മത്ത്, ഗോൾഡ്, സിൽവർ, സിങ്ക്, ടിൻ, ലെഡ്, ആൽക്കഹോൾ, ഹൈഡ്രജൻ, സോഡിയം ക്ലോറൈഡ്, ക്വാർട്സ് എക്സെട്ര. ഇവയെല്ലാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഇനി എങ്ങനെയാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനുള്ളിലേക്ക് കടക്കാതെ റിപ്പൽ ചെയ്ത് പോകുന്നു. ഇതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് ആ മെറ്റീരിയലിനുള്ളിലേക്ക് കടന്നു പോകുന്നില്ല, മെറ്റീരിയൽ അതിനെ റിപ്പൽ ചെയ്ത് കളയുന്നു. മാഗ്നറ്റിക് ഫീൽഡിനെ വെരി വീക്ക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഫ്രം എ മാഗ്നറ്റിക് ഫീൽഡിനെ വളരെ വീക്കായിട്ട് റിപ്പൽ ചെയ്ത് കളയുന്നു. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് അറിയപ്പെടുന്നത്. ഇവയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. First property: individual atoms or molecules of a diamagnetic material do not possess permanent dipole moment. ഇവയിലെ ആറ്റംസിന് അല്ലെങ്കിൽ മോളിക്യൂൾസിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കുകയില്ല. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ഇൻഡിവിജ്വൽ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഡു നോട്ട് possess പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. Second property: when a diamagnetic material is suspended freely in a uniform magnetic field, it aligns perpendicular to the direction of magnetic field. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടിരുന്നാൽ അത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് റൈറ്റ് ആംഗിൾ ആയിട്ട് അലൈൻ ചെയ്യും. 90 ഡിഗ്രി മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് 90 ഡിഗ്രിയിൽ അലൈൻ ചെയ്യും. ഇതാണ് second property പറയുന്നത്. When a diamagnetic material is suspended freely in a uniform magnetic field, it aligns perpendicular to the direction of magnetic field. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് മൂവ്സ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ പാർട്സ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലെ സ്ട്രെങ്ത് കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഈ മെറ്റീരിയൽ മൂവ് ചെയ്യും. വെൻ എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് സസ്പെൻഡഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് മൂവ്സ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ പാർട്സ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടിയ ഭാഗത്തു നിന്ന് സ്ട്രെങ്ത് കുറഞ്ഞ ഭാഗത്തേക്ക് മെറ്റീരിയൽ മൂവ് ചെയ്യും. ഡയാമാഗ്നറ്റിസം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സസെപ്റ്റിബിലിറ്റി ഈസ് സ്മോൾ ആൻഡ് നെഗറ്റീവ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സസെപ്റ്റിബിലിറ്റി സ്മോൾ ആണ്, അതുപോലെ നെഗറ്റീവ് ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1. റിലേറ്റീവ് പെർമിയബിലിറ്റി 1-നേക്കാൾ കുറവായിരിക്കും, എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. വെൻ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഈസ് റിമൂവ്ഡ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിസം. അപ്പോൾ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നു അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും. ഇത്രയുമാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് വൺ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. സബ്സ്റ്റൻസ് വിച്ച് എക്സ്പീരിയൻസ് എ വെരി വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ് ആർ കോൾഡ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്.
ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ വളരെ ചെറുതായിട്ട് വളരെ വീക്കായിട്ട് അതിലേക്ക് ആകർഷിക്കുന്ന മെറ്റീരിയൽസ് ആണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് അലുമിനിയം, സോഡിയം, കോപ്പർ ക്ലോറൈഡ്, ലിക്വിഡ് ഓക്സിജൻ, പ്ലാറ്റിനം, ക്രോമിയം, മാംഗനീസ് ഇവയെല്ലാം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഇനി നോക്കാം എങ്ങനെയാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. സ്ട്രെയിറ്റ് ലൈനായിട്ടായിരുന്നു കടന്നു പോകുന്നത്. അവിടെ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ അവയെ ആകർഷിക്കും. വളരെ വീക്കായിട്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കാം, വരുന്ന മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയും ഇതിലേക്ക് ആകർഷിക്കുന്നില്ല. വളരെ അടുത്തുള്ള അത് നോക്കി വന്നിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ വളരെ വീക്കായിട്ട് എല്ലാം ഇതിനുള്ളിലേക്ക് കടക്കുന്നില്ല, വളരെ വീക്കായിട്ട് ആകർഷിക്കുന്നു. അതുകൊണ്ട് കുറച്ച് ഫീൽഡ് ലൈൻസ് മാത്രമേ ഉള്ളിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത. സബ്സ്റ്റൻസ് വിച്ച് എക്സ്പീരിയൻസ് എ വെരി വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ്. Then properties of paramagnetic substance. Individual atoms or molecules of a paramagnetic material possess permanent dipole moment. എല്ലാ ആറ്റത്തിനും മോളിക്യൂൾസിനും ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. When a paramagnetic material is suspended freely in a uniform magnetic field, it aligns parallel to the direction of magnetic field. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യും. ഇനി നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് സസ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മൂവ്സ് ഫ്രോം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്സ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ സസ്പെൻഡ് ചെയ്തിട്ടിരുന്നാൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വീക്കർ ടു സ്ട്രോങ്ങർ പാർട്സ്, അതായത് സ്ട്രെങ്ത് കുറവുള്ള ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ മൂവ് ചെയ്യപ്പെടും. Susceptibility is small and positive. Relative permeability is slightly greater than 1. Susceptibility of a paramagnetic substance varies inversely as the absolute temperature. Absolute temperature കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സസെപ്റ്റിബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സസെപ്റ്റിബിലിറ്റി കുറയുന്നു. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. When magnetizing field is removed, paramagnetic substance loses its magnetism. മാഗ്നറ്റൈസിങ് ഫീൽഡ് എപ്പോൾ റിമൂവ് ചെയ്യുന്നു അപ്പോൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും. Third one, ferromagnetic material. Substance which experience a very strong force of attraction towards a magnet are called ferromagnetic substance. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നറിയപ്പെടുന്നത്. സബ്സ്റ്റൻസ് വിച്ച് എക്സ്പീരിയൻസ് എ വെരി സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ് ആർ കോൾഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. എക്സാമ്പിൾ അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. നമ്മൾ സാധാരണ കാണപ്പെടുന്ന കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളാണ് അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. ഇവയെല്ലാം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഇനി ഇത് നോക്കുക, ഇവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പൂർണ്ണമായിട്ടും മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡിനെയും ഈ മെറ്റീരിയൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. എന്നാൽ പാരാമാഗ്നറ്റിക്കിൽ നമ്മൾ പറഞ്ഞു വളരെ കുറച്ച് ഫീൽഡ് ലൈൻസ് മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നുള്ളായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, മുഴുവൻ ഫീൽഡിനെയും ഇതിൻ്റെ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, അതായത് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നു. ഇനി എന്താണ് ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ നടക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കുക, ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വൽ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇവയെല്ലാം ടൈനി മാഗ്നറ്റ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു ഓരോ മോളിക്യൂൾസും എന്താണ് ഓരോ മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒരു മോളിക്യൂളിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെന്ന്. ഇത് ഡൈപോളായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഡൈപോൾ ആണെങ്കിൽ ഈ ആരോ ഹെഡ് വരുന്നതിൻ്റെ നോർത്ത് പോളാണ്, ഈ ടെയിൽ വന്നിരിക്കുന്നതിൻ്റെ സൗത്ത് പോളാണ്. അപ്പോൾ ഓരോ മാഗ്നറ്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസ് എല്ലാം ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ആക്ട് ചെയ്യുന്ന മോളിക്യൂൾസിന് ഒരു പ്രത്യേകതയുണ്ട്. നോക്കുക, ഇവയെല്ലാം റാൻഡം ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നോർത്ത് പോളിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഇവിടെ നോർത്ത് പോളിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഇനി ഇവിടെ താഴേക്കാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഡയറക്ഷൻസ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇതിന് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ മറ്റ് വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പാണ്, മാഗ്നറ്റൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് എങ്ങനെയായിരിക്കും, ഓരോ മോളിക്യൂൾസും റാൻഡമായിട്ട് അതിങ്ങനെ പല ഡയറക്ഷനിലേക്കായിരിക്കും അറേഞ്ച് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്.
എന്നാൽ നമ്മൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്, ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഓരോന്നും അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്യും. നോക്കുക, ഇപ്പോൾ ഇതിൻ്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ഈ സൈഡിലാണ്. അതായത് നമ്മൾ പറഞ്ഞു ആരോ ഹെഡ് ഉള്ളതാണ് നോർത്ത് പോൾ. അപ്പോൾ ഇതിൻ്റെ നോർത്ത് പോളെല്ലാം ഈ സൈഡിലേക്ക്, ഇവിടെ ഒരു നോർത്ത് പോളും ഇവിടെ ഒരു സൗത്ത് പോളും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഇതിനകത്തുള്ള ടൈനി മാഗ്നറ്റ്സ് എല്ലാം അലൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി, പെർമനൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇതിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പല ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെട്ടിരുന്ന മാഗ്നറ്റിക് മോളിക്യൂൾസിനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് അലൈൻ ചെയ്യപ്പെട്ടു. അപ്പോൾ നോക്കുക, ഇതിനൊരു മാഗ്നറ്റിക് പോളാരിറ്റി കിട്ടി. ഒരു നോർത്ത് പോളും സൗത്ത് പോളും പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെട്ടു. Properties of ferromagnetic substances. Individual atoms or molecules of a ferromagnetic material possess permanent dipole moment. When a ferromagnetic material is suspended freely in a uniform magnetic field, it aligns parallel to the direction of magnetic field. When a ferromagnetic material is suspended in a non-uniform magnetic field, it moves from weaker to stronger parts of the magnetic field. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് നമ്മൾ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി മെറ്റീരിയൽസിൻ്റെ അകത്ത് പറഞ്ഞ പ്രോപ്പർട്ടീസ് തന്നെയാണ്. പാരാമാഗ്നറ്റിക്സിനകത്ത് അതുപോലെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഫ്രീ ആയിട്ട് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അലൈൻ ചെയ്യപ്പെടും. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ മൂവ്സ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്സ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇവിടെ മുതലാണ് പ്രോപ്പർട്ടീസിൽ വ്യത്യാസമുള്ളത്. സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് ഹൈ, പോസിറ്റീവ് ആണ്, അതുപോലെ ഹൈ വാല്യൂ ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് വെരി ഹൈ. Susceptibility of a ferromagnetic substance decreases with increase in temperature. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ സസെപ്റ്റിബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദെൻ 7th one, ferromagnetic substance retains some magnetism even after the magnetizing field is removed. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നിന്ന് നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് റിമൂവ് ചെയ്താലും അത് പൂർണ്ണമായിട്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നില്ല. അതിന് കുറച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അതിന് അങ്ങനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ആ മോളിക്യൂൾസ് അലൈൻ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ ഫീൽഡ് ഇല്ലാതാക്കിയാലും എല്ലാം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്നില്ല. പഴയ റാൻഡം ഡയറക്ഷനിലേക്ക് എല്ലാ മോളിക്യൂൾസും തിരിച്ചു പോകണമെന്നില്ല. ചിലതെല്ലാം ഇപ്പോൾ ഈ അലൈൻ ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ തുടരും. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ അതിന് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ മൂന്ന് മെറ്റീരിയൽസിനെ കുറിച്ച്. നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക്. എക്സാമിന് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ്? ഒന്നുകിൽ എന്താണ് മൂന്നിനെ കുറിച്ചും എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ഇവയുടെ എക്സാമ്പിൾസ് തന്നിട്ട്, കുറേ എക്സാമ്പിൾസ് തന്നിട്ട് ഇവയെ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ നമ്മളോട് പറയാം. അപ്പോൾ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. ഇവയെ നമ്മളോട് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ അവയുടെ ഫിഗേഴ്സ് തന്നിട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഡയാമാഗ്നറ്റിക്സിൻ്റെ ഫിഗർ വരുന്നു, ഏത് മെറ്റീരിയലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ എഴുതാനൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കണം, അവിടെ എക്സാമ്പിൾസും ഓർത്തിരിക്കണം. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് നമ്മൾ പഠിക്കുന്നത്, ക്യൂരീസ് ലോ. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ദിസ് ഈസ് നോൺ ആസ് ക്യൂരീസ് ലോ. നമ്മൾ പഠിച്ചതാണ്. ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ സസെപ്റ്റിബിലിറ്റി ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ സസെപ്റ്റിബിലിറ്റി കുറയും. ദിസ് ഈസ് നോൺ ആസ് ക്യൂരീസ് ലോ. നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന ടോപ്പിക്ക് പഠിച്ചപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ കൈ എന്ന ലെറ്റർ ആണെന്ന് പറഞ്ഞു. എക്സ് അല്ല, ഇത് കൈ എന്ന ലെറ്റർ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സസെപ്റ്റിബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അതായത് 1/T. ടെമ്പറേച്ചർ കൂടുമ്പോൾ സസെപ്റ്റിബിലിറ്റി കുറയും. ഇപ്പോൾ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുന്നു. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ക്യൂരി കോൺസ്റ്റൻറ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ കൈ ഈസ് ഈക്വൽ ടു C/T എന്ന് നമുക്ക് ലഭിക്കും. ഇതാണ് ക്യൂരീസ് ലോ. Susceptibility of a paramagnetic substance is inversely proportional to the absolute temperature.
Then Curie temperature. On increasing the temperature, the susceptibility of a ferromagnetic substance decreases. ഫെറോമാഗ്നറ്റിസിൽ നമ്മൾ പറഞ്ഞു അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ സസെപ്റ്റിബിലിറ്റി കുറയും. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ കോൾഡ് ക്യൂരി ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ അതിൻ്റെ ഫെറോമാഗ്നറ്റിക് ബിഹേവിയർ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുകയും അതൊരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് മാറുകയും ചെയ്യും. ദിസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്യൂരി ടെമ്പറേച്ചർ. അപ്പോൾ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ക്യൂരി ടെമ്പറേച്ചർ. ഒരിക്കൽ കൂടി പറയാം, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ സസെപ്റ്റിബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു മെറ്റീരിയൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്ന ട്രാൻസിഷൻ നടക്കുന്ന ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്യൂരി ടെമ്പറേച്ചർ ഓഫ് അയൺ ഈസ് 1043 കെൽവിൻ. ഇത്രയും കെൽവിനാണ് 1043 കെൽവിൻ. അതായത് അയൺ ഫെറോമാഗ്നറ്റിക് ആണ്, അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നത് ഈ 1043 കെൽവിനിലാണ്. അതുപോലെ ക്യൂരി ടെമ്പറേച്ചർ ഓഫ് കൊബാൾട്ട് ഈസ് 1423 കെൽവിൻ. കൊബാൾട്ട് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ്, അതിൻ്റെ ടെമ്പറേച്ചർ റേസ് ചെയ്ത് 1423 കെൽവിനിൽ എത്തിക്കഴിഞ്ഞാൽ അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. അതുപോലെ ക്യൂരി ടെമ്പറേച്ചർ ഓഫ് നിക്കൽ ഈസ് 1394 കെൽവിൻ. അപ്പം ഇങ്ങനെ പല മെറ്റീരിയൽസിൻ്റെ ക്യൂരി ടെമ്പറേച്ചർ വ്യത്യസ്തമാണ്. അപ്പോൾ ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചറിനാണ് ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിന്ന് പഠിച്ചതെല്ലാം സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓരോ മെറ്റീരിയൽസിനെ ക്ലാസിഫിക്കേഷനിൽ മൂന്നിൻ്റെയും പ്രോപ്പർട്ടീസ് അതുപോലെ എക്സാമ്പിൾസ് പഠിക്കുക. ക്യൂരീസ് ലോ, ക്യൂരി ടെമ്പറേച്ചർ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.